സോ ഇന്ന് നമ്മൾ സോയ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ്ലി നല്ല തിളച്ച ഓൾറെഡി ഒരു വെള്ളത്തിൽ സോയ ചങ്ക്സ് ഇടുക. നല്ലോണം അത് കിടന്ന് തിളയ്ക്കണം. ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് നല്ലോണം തിളച്ച് വരും. ഇത് ഇച്ചിരി ഹാർഡായിട്ടായിരിക്കും ആദ്യം ഇരിക്കുക. വെള്ളത്തിൽ നല്ലോണം തിളച്ച് വരുമ്പോൾ ഇത് കുറച്ച് സോഫ്റ്റ് ആവും. കുറേ തിളച്ച് വരുമ്പോൾ ഇത് കുറച്ചും കൂടി വലുതായിട്ട് വരും. എന്നിട്ട് നമ്മൾ സ്പൂണിട്ട് വെച്ച് ജസ്റ്റ് നോക്കണം ഇത് കറക്റ്റ് പരുവത്തിലായോ, എന്തെങ്കിലും ഹാർഡ്നെസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വേവാനുണ്ട്. അത്യാവശ്യം അത് വെന്ത് വന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അത് ഡ്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് നമ്മളെല്ലാം എടുത്ത് മാറ്റണം. ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇതൊന്നും കൂടി ഇട്ടിട്ട് അത്യാവശ്യം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അതായത് ഇതിനകത്ത് ഇപ്പം നല്ല ചൂടായിരിക്കും, അത് മാറി നമുക്ക് ഒന്ന് അതിനകത്തുള്ള വെള്ളമൊക്കെ സ്ക്യൂസ് ചെയ്ത് കളയണം. സോ അതിന് മുന്നേ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇടണം. ഈ തണുത്ത വെള്ളത്തിൽ കിടക്കുന്ന സാധനം നമ്മൾ കൈ കൊണ്ട് അത്യാവശ്യം നല്ലോണം സ്ക്യൂസ് ചെയ്ത് അതിനകത്തുള്ള വെള്ളം കളയണം. ആക്ച്വലി ഇത് കുറച്ചും കൂടെ വലിയ സോയാബീനാണ്. ഞാൻ കുറച്ചും കൂടി ചെറിയ സോയാബീൻ മാത്രമേ പ്രിഫർ ചെയ്യുള്ളൂ. ബിക്കോസ് വലുതാണെങ്കിൽ നമുക്ക് അത്രയും കുറച്ചും കൂടെ പണി കൂടുതലാണ്, അതിനേക്കാളും നല്ലത് ചെറുതാണ്. എന്നിട്ട് എല്ലാം ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് മാറ്റിയത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഇത് വലിയ സോയ ആയതുകൊണ്ട് ഇത് ഞാൻ കുറച്ചും കൂടെ എളുപ്പത്തിനും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കട്ട് ചെയ്യും, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. ഒരെണ്ണം തന്നെ കുറച്ചും കൂടി 2 3 ആക്കി കട്ട് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇട്ട് ജസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ യൂഷ്വലി ഹാൻഡ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യാറ്. ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഇതേപോലെ വരും. എന്നിട്ടൊരു പാൻ എടുക്കുക, അതിനകത്ത് അത്യാവശ്യം ഓയിൽ ഒഴിക്കുക. നല്ല ഓയിൽ ഒഴിക്കരുത്, ബിക്കോസ് എണ്ണ നല്ലോണം അബ്സോർബ് ചെയ്യുന്നതാണ് സോയാബീൻ. സോ അത്യാവശ്യം ഒരു മിനിമം ഓയിൽ ഒഴിച്ചാൽ മതി. നോർമലി ഫ്രൈ ചെയ്യുന്ന ഓയിൽ യൂസ് ചെയ്യും നമ്മൾ. എന്നിട്ട് അതിനകത്ത് ഇടുക. ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ കിടക്കുക. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം ഇതേപോലെ കളർ ചേഞ്ചൊക്കെ വന്നിട്ട് റോസ്റ്റഡായിട്ട് ഇതേപോലെ വരും. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ വരും. നല്ല ടേസ്റ്റാണ്.